നമസ്കാരം. CH മുഹമ്മദ് കോയ പ്രതിഭ ക്യൂസ് 2025 സബ് ജില്ലാ തലം ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് UP ലെവലിൽ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര്? ഉത്തരം NS മാധവൻ. അടുത്ത ചോദ്യം നോക്കാം. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ നോർമൻ ബോർലോഗ്. അതുപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം MS സ്വാമിനാഥൻ. 1968 CH മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. 1971 മറ്റൊരു സർവകലാശാല കൂടി ഇദ്ദേഹം സ്ഥാപിച്ചു. ഏതാണ് ആ സർവകലാശാല? ഉത്തരം കുസാറ്റ്. അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. അടുത്ത ചോദ്യം, CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് മലബാറിൽ വിദ്യാഭ്യാസ പുരോഗതിക്കായി കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചത്. ഏത് വർഷമാണ് കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചത്? വർഷം 1968. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണല്ലോ പ്രമേഹം. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യമാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്? ഉത്തരം പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി. അടുത്ത ചോദ്യം നോക്കാം. 1913 ഇന്ത്യക്ക് വേണ്ടി ലാല ഹർദയാലിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ രൂപീകരിച്ച വിപ്ലവ സംഘടന ഏതാണ്? ഉത്തരം ഗദ്ദാർ പാർട്ടി. അടുത്ത ചോദ്യം നോക്കാം. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സിനിമാ രംഗത്തെ മികച്ച സേവനത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി ഏത്? ഉത്തരം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അടുത്ത ചോദ്യം, 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ കൂടെയുണ്ടായിരുന്ന ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ഷൗക്കത്ത് അലി. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഒരു കണക്കാണ്. 600 രൂപയുടെ 12% എത്രയായിരിക്കും? ഉത്തരം 72. അപ്പോൾ 600 രൂപയുടെ 12% 72. അടുത്ത ചോദ്യം, ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോഫിൻ. എന്നാൽ ചുവന്ന ചീരയിലെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത്? ഉത്തരം ആന്തോസയാനിൻ എന്ന വർണ്ണവസ്തുവാണ് ചീരയുടെ ചുവപ്പിന് കാരണം. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിക്കുക എന്ന പ്രമേയത്തിൽ 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം ദക്ഷിണ കൊറിയ. വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുദ്രയാണ് ISI മുദ്ര. എന്നാൽ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുദ്ര ഏതാണ്? ഉത്തരം അഗ്മാർക്ക് മുദ്ര. അടുത്തത് ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 10 ത്രികോണങ്ങളാണ് അതിലുള്ളത്. അടുത്ത ചോദ്യം, അടുത്തത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആരുടേതാണ് ഈ ഫോട്ടോ എന്നാണ്. ആരാണ്? ശുഭാംശി ശുക്ലയാണ് കേട്ടോ ഫോട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 1919 ഏപ്രിൽ 13 നടന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏത്? ഉത്തരം പഞ്ചാബിലെ അമൃത്സർ. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തി ആര്? ഉത്തരം KM മാണി. KM മാണിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിച്ചത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്.
78%. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം അഗ്നിച്ചിറകുകൾ. അംശി നാരായണപിള്ളയുടെ വരിക വരിക സഹചരി എന്ന ഗാനം ഏത് സമരത്തിന് ആവേശം പകർന്നതാണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ് വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം, മലബാറിൽ KB മേനോൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രശസ്തമായ ഒരു സമരം നടന്നു. ഏതാണ് ആ സമരം? ഉത്തരം കീഴരിയൂർ ബോംബ് കേസാണ്. പക്ഷേ CH പ്രതിഭാ ക്യൂസിൽ കൊടുത്തിട്ടുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്. അടുത്തതൊരു കണക്കാണ്. 1 കൂട്ടണം 11 111 1111 10111 എന്ന ക്രമത്തിൽ 10 സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുകയിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഉത്തരം എത്രയാണ്? 2 ആണ്. ഉത്തരം 2 പൂജ്യങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വന്യജീവികളുടെ ആവാസ പുനർജീവനത്തിനായി കേരള സർക്കാർ നടത്തിയ, അതായത് കേരള വനം വകുപ്പ് നടത്തിയ പദ്ധതിയുടെ പേരാണ് വിത്തൂട്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ UP തലം CH പ്രതിഭാ ക്യൂസിന് ചോദിച്ച പ്രധാന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. അടുത്ത വീഡിയോയിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.